നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായ അവസരത്തിൽ പല വിധത്തിലും സൂചനകൾ നിങ്ങളിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളും സംഭവിക്കുന്നതിന് മുൻപ് അത്തരം ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഭഗവാന്റെ ഈശ്വരാനുഗ്രഹം അഥവാ കടാക്ഷം നിറഞ്ഞിരിക്കുന്നതായ സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ പ്രധാനപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ 2 ഉണ്ണിക്കണ്ണന്മാരിൽ ഒരു കണ്ണനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതും എന്നാൽ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതുമായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഭഗവാന്റെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ഉണ്ണിക്കണ്ണനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ ശ്രമിക്കുക. വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച നാളുകളിലൂടെയാണ് നിങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നു. പല വ്യക്തികൾക്കും പല വിധത്തിലും ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഉപകാരം ചെയ്തവരിൽ നിന്ന് തന്നെ തിരിച്ച് ഒന്നും ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. വളരെയധികം പ്രതീക്ഷകളോടെ പലരെയും നിങ്ങൾ സമീപിക്കും. എന്നാൽ അവരിൽ നിന്നും തിരികെ ഒന്നും ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ പല വിധത്തിലും അവഗണനകളും അപവാദങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നതും വാസ്തവമാണ്. അതും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും അവഗണനകൾ നിങ്ങൾക്ക് നേരിടേണ്ടതായ സാഹചര്യം, അത്തരം സാഹചര്യങ്ങൾ ഇപ്പോഴും തുടർന്ന് പോരുന്നതായ സാഹചര്യവും നിങ്ങളിൽ പലർക്കുമുണ്ട്. അപവാദങ്ങൾ അത് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് പോലും നേരിടേണ്ടതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതും നിങ്ങളെ തളർത്തുന്ന അല്ലെങ്കിൽ വിഷമകരമായ കാര്യത്തിന് ഒരു കാരണമായി തീർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. തന്റെ ലക്ഷ്യത്തിനായി എത്ര നാൾ കാത്തിരിക്കുവാനും കഠിനാധ്വാനം ചെയ്യുവാനും യാതൊരു വിധത്തിലും മടിയില്ലാത്ത വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എത്ര വേണമെങ്കിലും കാത്തിരിക്കാം എന്നൊരു തീരുമാനം നിങ്ങളിലുണ്ട്. അത്തരം തീരുമാനം തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്നതാണ് വാസ്തവം. അത്തരത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ തന്നെ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചില ലക്ഷ്യത്തിന്റെ അടുത്തെങ്കിലും എത്തുന്നതായ സാഹചര്യവും നിങ്ങളിലേക്ക് വന്നു ചേരാം. കടം നൽകിയാൽ തിരികെ ലഭിക്കേണ്ടതായ സമയത്ത് പലപ്പോഴും ലഭിക്കാത്തതായ സാഹചര്യം പോലുമുണ്ട്. പലപ്പോഴും അത്തരം പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ കടം തിരികെ ലഭിക്കുന്നതായ സാഹചര്യമോ, പണം നിങ്ങളിലേക്ക് ചില കാര്യങ്ങളിലൂടെ കടന്നു വരുന്ന സാഹചര്യമോ, അല്ലെങ്കിൽ ഒരു ശുഭവാർത്തയോ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പോലുമാകാം അത്തരത്തിൽ ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. പുതിയ ജീവിത ചര്യകൾ നിങ്ങൾക്ക് പരീക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു. അത് വരും ദിവസങ്ങളിലാണ് എങ്കിലും നിങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ, അല്ലെങ്കിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സമയമായതിനാൽ തന്നെ അത്ഭുതകരമായി പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം.
അത്ഭുതകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ പ്രത്യേകിച്ചും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുന്നതായ ഒരു കാര്യം സംഭവിക്കാം. അതായത് ചില ആഗ്രഹങ്ങൾ അത് നടക്കുകയോ അതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയുകയോ അല്ലെങ്കിൽ ചിലരുടെ ഉപദേശത്താലോ സഹായത്താലോ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്ന സാഹചര്യവും വന്നു ചേരാം. അത്തരം ചില കാര്യങ്ങൾ ആഗ്രഹ സാഫല്യം അല്ലെങ്കിൽ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിലും ജീവിതത്തിൽ സംഭവിക്കാം എന്ന് കാണുന്നു. നിത്യ പ്രാർത്ഥന ഈ സമയം നിങ്ങൾക്ക് മുടക്കം കൂടാതെ നടത്തുവാൻ സാധിക്കും. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താലും ചില പോംവഴികൾ നിങ്ങളിൽ തെളിയുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. ഈ സമയം ചില കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ പ്രത്യേകിച്ചും മനസ്സിൽ കരുതുന്നതായ ചില കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. പരിശ്രമിക്കുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ അത്ഭുതകരമായി നടക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. തീർച്ചയായും ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. വളരെയധികം കൃത്യനിഷ്ഠ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നും നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്ന ആഗ്രഹമുള്ളവരും അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ശുദ്ധ മനസ്സിന് ഉടമകളാണ് എന്നതും വാസ്തവമാണ്. മറ്റുള്ളവരെ ദോഷം ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്ന ചിന്ത ഇല്ലാത്തവരാണ്. എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി പലവിധ പ്രശ്നങ്ങൾ കടന്നു വരികയും അത് നിങ്ങളുടെ മനസമാധാനം പോലും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും പല വിധത്തിലും ത്യാഗങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോന്നിരുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ചില അവസരങ്ങളിൽ ചില തെറ്റിദ്ധാരണകളാൽ ചില കാര്യങ്ങൾ അനുകൂലമാക്കാൻ തീർക്കുവാൻ സാധിക്കാത്ത സാഹചര്യം പോലുമുണ്ട്. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വിഷമതകൾ നിങ്ങൾ അനുഭവിച്ച് പോരുന്ന വ്യക്തികൾ കൂടിയാണ്. പല കാര്യങ്ങളും ഉറച്ചു നിൽക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിലും മനസ്സ് ചാഞ്ചാടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ പോലും സാധിക്കാത്തതായ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നും വാസ്തവമാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അനുകൂലമായി വന്ന് ഭവിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രധാനമായും ചില സൗഭാഗ്യങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നതാണ് വാസ്തവം. സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും. വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില മാറ്റങ്ങൾ അതിന്റെ സൂചനകൾ നിങ്ങൾക്ക് ലഭ്യമാകും എന്നതും വാസ്തവം തന്നെയാണ്. മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളതായ ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ 90% സാധ്യതയും ഉണ്ട് എന്നതാണ് വാസ്തവം. അതായത് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളുമല്ല, ചിലതെങ്കിലും നടക്കുകയോ അല്ലെങ്കിൽ മറന്നു പോയിരിക്കുന്നതായ ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യമോ ജീവിതത്തിൽ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യപ്രാപ്തി എന്താണോ അതിനനുസരിച്ച് പെട്ടെന്ന് പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതും വാസ്തവമാണ്.
കാര്യപ്രാപ്തി ഉണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു. അതിനനുസരിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുക എന്നും കാണുന്നു. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങളുടെ കഴിവിനാൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങളാൽ നടക്കുന്നതായ സാഹചര്യവും ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഉടനെ തന്നെ പല കാര്യങ്ങളിലും ഒരു പുരോഗതി, കർമ്മ പുരോഗതി വന്ന് ചേരുവാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. കർമ്മ പുരോഗതി അപ്രതീക്ഷിതമായ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നാണ് എങ്കിൽ പോലും ധനം ലഭിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം ലഭിക്കുകയോ സഹായമായി ധനം നിങ്ങളുടെ കൈവശം വന്ന് ചേരുകയോ ചെയ്യാം. അത്തരം ചില സാഹചര്യങ്ങളും രൂപപ്പെടാവുന്നതാണ്. പുതിയ അവസരങ്ങൾ കർമ്മരംഗത്ത് പോലും വന്നു ചേരാവുന്ന സാധ്യത കൂടുതലാണ്. ചില ശുഭവാർത്തകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായാണ് എങ്കിലും ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ്. അതിനാൽ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നതായ കാര്യങ്ങളിൽ പ്രത്യേകമായും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. കാരണം കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള ദിവസങ്ങളാകുന്നു.